കൊല്ലം അഞ്ചലിൽ ഭാര്യ മോഷണക്കേസിൽ ജയിലിലായതിനെ തുടർന്ന് ഭർത്താവ് വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ചു. പടിഞ്ഞാറ്റിൻകര റഹീം മൻസിലിൽ 41 വയസ്സുള്ള റഫീഖാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെ പെട്രോളുമായി വീട്ടിലെത്തിയ റഫീഖ് വീടിനുള്ളിൽ കയറി ദേഹത്തെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇത് കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടുന്ന് ആളെ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. മെഡിക്കലിൽ കൊണ്ടുപോയിട്ടില്ല. ഇപ്പം മിഷൻ ഹോസ്പിറ്റലുണ്ട്. അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടോ? പുള്ളിക്ക് ബന്ധുക്കളെ തന്തയും നല്ലതൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഒരു സഹോദരനുണ്ട്, അവർ കേസുമായിട്ട് നടക്കുവാണ്. ഈ പെണ്ണ് പിന്നെ ഒരു മോഷണ കേസ് പ്രതിയായിട്ട് 4 ഏതാണ്ട് പോലീസ് എണ്ണമുണ്ട് എന്നുള്ള ഒരു കേസിൽ പ്രതിയായിട്ട് അവർ അട്ടക്കുളങ്ങര സബ് ജയിലിൽ കിടക്കും. അവർക്ക് ജാമ്യമായിട്ടില്ല. അതിന്റെ ഒരു ഫീലിംഗിലാണ് ചെയ്തത്. പിന്നെ അത് ചെറിയ ഒരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഫോട്ടോ ഓടിക്കും അല്ലേ? അല്ല, ഇതിനും ഫോട്ടോ ഓടിക്കുകയായിരുന്നു. ഇപ്പൊ ഈ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ വണ്ടി കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന. പിന്നെ ഈ തലയിതുമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒന്നും ന്യൂസിനകത്ത് സോഷ്യൽ മീഡിയയൊക്കെ ന്യൂസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് വിഷമ ടെൻഷൻ കൊണ്ടായിരിക്കും അല്ലേ? ഇത് ഈ വൈഫിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് മുഖത്ത് നമ്മളൊക്കെ എപ്പോഴും സഹകരിക്കും. അല്ല, ഇത് പെട്രോൾ ഒഴിച്ചതാണോ? അങ്ങനെ പെട്രോൾ ഒഴിച്ചു റൂമിനകത്ത് എന്നിട്ട് അപ്പഴത്തെ ഫയർഫോഴ്സിനെ ആരാ വരും അറിയിച്ചേ? അതിവിടെ നാട്ടുകാർ തീ കത്തുന്ന കണ്ടായിരുന്നല്ലേ? ബൈക്കിൽ പോകുന്നവർ ആരോ കണ്ടിരിക്കാൻ അവര് അപ്പോഴത്തേക്ക് ഏകദേശം കുറെ കത്തി. പുള്ളിക്ക് എന്തെങ്കിലും നല്ല പൊള്ളലുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു, നമ്മൾ കണ്ടില്ല. ഉണ്ടെന്ന് പറയാം, കാണാത്ത ഒരു കാര്യം പറയാനൊക്കെ. പിന്നെ അന്നേരം ഫോട്ടോ എടുത്തത് ഞാൻ ഇപ്പോൾ വാട്സാപ്പിൽ കണ്ട് വേറെ ആളുടെ. ഉച്ചയോടെ വീടിനുള്ളിൽ നിന്നും പുക ഉയർന്നത് കണ്ട അയൽവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസും നാട്ടുകാരും ചേർന്ന് റഫീഖിനെ രക്ഷപ്പെടുത്തി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വൈകിട്ടോടെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിനുള്ളിൽ ആരുമില്ലായിരുന്നു. ശനിയാഴ്ച 7 വയസ്സുള്ള മകനെ റഫീഖ് ഭാര്യ സബീനയുടെ വീട്ടിൽ എത്തിച്ചതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. റഫീഖിന്റെ ഭാര്യ സബീന ബസ്സിൽ കുഞ്ഞിന്റെ സ്വർണ്ണക്കൊലുസ് മോഷണം നടത്തിയ കേസിൽ റിമാൻഡിലാണ്. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തീ കത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. സിഎദ്ദേഹം ഉണ്ടായിരുന്നു, എസ്ഐദ്ദേഹം ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും അറിയാൻ മേല. താങ്ക് യു ഫോർ പുനലൂർ ASP ഡോക്ടർ അപർണ, അഞ്ചൽ CI ഹരീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് കേരളം, കൊല്ലം.